എന്നെ പുറത്താക്കിയത് മുതൽ എനിക്കെതിരെയും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെതിരെയും കടുത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു 12 ആൾ ചേർന്ന് എൻ്റെ വീട്ടിന് മുമ്പിൽ ഒരു പ്രകടനം നടത്തി, പുറത്താക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെടുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തുക എന്നത് പുതിയൊരു അനുഭവമാണ്. എൻ്റെ ഗേറ്റിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. അന്ന് രാത്രി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ബൈക്ക് തീ വെച്ച് നശിപ്പിച്ചു, പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞു. അതുമുതൽ ഇങ്ങോട്ട് തുടർച്ചയായ നിരന്തരമായ ആക്രമണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എത്രത്തോളം ശക്തമാണ് എന്ന്, CPM-ന്റെ എത്രത്തോളം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പ് ഒരിക്കലും ഈ നിലയിൽ നേതൃത്വത്തിലുള്ള ആളുകൾ വിട്ടുവന്ന് മത്സരിക്കുന്ന ഒരവസ്ഥ ഇതുപോലെ ഉണ്ടായിട്ടില്ലല്ലോ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ പാർട്ടി വിട്ട് മത്സരിക്കുന്ന ഒരു നില ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയില്ലെങ്കിലും അവിടേക്ക് എത്താൻ അധികം ദൂരമില്ല എന്ന് സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ്. ഐക്യജനാധിപത്യ മുന്നണി പിന്തുണ നൽകാൻ സന്നദ്ധനായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ജയിച്ചു വന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പിന്നിലുള്ള സഖാവ് ചോദിച്ചു, എങ്ങനെയാണ് ഈ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് ജയിക്കാൻ സാധിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് 7,500 വോട്ടിനാണ് ജയിക്കുന്നത്. ഞാൻ മത്സരിക്കുമ്പോൾ CPM-നകത്ത് നിന്ന് വലിയ തോതിൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ശരിയായിരുന്നു. 25,000-ത്തിലധികം വോട്ട് CPM-നകത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയത് കൊണ്ടാണ് ബംഗാളിൽ CPM തകർന്നത്. കേരളത്തിൽ ബംഗാളിലെത്താൻ അധിക ദൂരമില്ല എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതാണ്. ഞാൻ CPM-ൽ നിന്ന് പുറത്തു പോകാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം, CPIM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പാർട്ടി എന്നെ പുറത്താക്കിയത്. നീണ്ട 5 വർഷക്കാലം ഒരു പ്രശ്നം ഉന്നയിച്ച് പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തി. ആ പാർട്ടിക്കകത്തെ പോരാട്ടം ഫലം കണ്ടില്ല എന്ന ഘട്ടത്തിലാണ് ആ പോരാട്ടം സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് ഞാനൊരു പുസ്തകം എഴുതാൻ തയ്യാറായത്. ആ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു ചാനലിനൊരു അഭിമുഖം നൽകിയത്. അതോടുകൂടിയാണ് പാർട്ടി പുറത്താക്കുന്നത്. MM വിജയമാഷ് പറഞ്ഞൊരു വാചകമുണ്ട്, ചോദ്യം ചോദിച്ച കുട്ടിയെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ആ ചോദ്യം ക്ലാസ്സിനകത്ത് അലയടിച്ചുകൊണ്ടേയിരിക്കും അതിനുത്തരം ലഭിക്കുന്നത് വരെ. ആ പ്രസ്താവന എൻ്റെ കാര്യത്തിലും ബാധകമാണ്. ഞാൻ പാർട്ടിക്കകത്ത് ചോദ്യം ചോദിച്ചു, ഉത്തരം തന്നില്ല, എന്നെ പുറത്താക്കി. ആ ചോദ്യം ക്ലാസ് മുറിക്കകത്ത് മാത്രമല്ല സമൂഹത്തിൽ അലയടിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ്
ഒരിക്കലും മറ്റൊരാൾക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത പയ്യന്നൂർ മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിച്ചു വന്നത് എന്നതാണ്. ജനങ്ങൾ ഈ നിലയിൽ ചിന്തിക്കാനിടയായത് എന്തുകൊണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ ഭാഗമായി പരിശോധിക്കുന്നതിന് പകരം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. TK ഗോവിന്ദൻ മാഷ് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും CPM-നകത്ത് ഒരസംതൃപ്ത വിഭാഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒരേ കാരണങ്ങളായിരിക്കണമെന്നില്ല. പക്ഷെ മൊത്തത്തിലുള്ള കാരണം നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്കെതിരെയാണ് അസംതൃപ്തി എന്നതാണ്. ആ അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയത് കൊണ്ടാണ് ബംഗാളിൽ CPM തകർന്നത്. കേരളത്തിൽ ബംഗാളിലെത്താൻ അധിക ദൂരമില്ല എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതാണ്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തിരുത്തിയാൽ അവർക്കും നാടിനും നല്ലത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം ഞാൻ അതിന് പുറത്താണ്. അന്ന് തന്നെ ഞാൻ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും. ജീവിതത്തിൽ ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സന്നദ്ധനായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. നാളെയും ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് ഒരു പാർട്ടിയുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. രണ്ടാമതൊരു കാര്യം, ഒരു പാർട്ടിയിലേക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. CMB ഉൾപ്പെടെ ഒരു പാർട്ടിയിലേക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിടതുപക്ഷക്കാരനായി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നിലനിൽക്കുക, അതുമായി യോജിക്കാൻ സാധിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും സഹകരിച്ച് മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ നിലപാട്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ സന്നദ്ധനാകും. അതുകൊണ്ട് CMB ഒരിടതുപക്ഷ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല, സംശയവുമില്ല. തുടക്കത്തിൽ ചില വിമർശനങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായതാണ്. അപ്പം അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ CP ജോൺ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ആദ്യമായിട്ടാണ് CMB വേദിയിൽ വരുന്നത് എന്നാണ്. അത് ശരിയാണ്. അപ്പം ഇനി നമുക്ക് സഹകരിച്ച് പോകാനുള്ള അവസരമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പയ്യന്നൂരിൽ പ്രത്യേക സാഹചര്യമാണ്. എന്നെ പുറത്താക്കിയത് മുതൽ എനിക്കെതിരെയും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെതിരെയും കടുത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു 12 ആൾ ചേർന്ന് എൻ്റെ വീട്ടിന് മുമ്പിൽ ഒരു പ്രകടനം നടത്തി, പുറത്താക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെടുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തുക എന്നത് പുതിയൊരു അനുഭവമാണ്.
എൻ്റെ ഗേറ്റിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. അന്ന് രാത്രി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ബൈക്ക് തീ വെച്ച് നശിപ്പിച്ചു, പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞു. അതുമുതൽ ഇങ്ങോട്ട് തുടർച്ചയായ നിരന്തരമായ ആക്രമണമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് 22 കേസ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 22-ൽ 21 കേസും ഞങ്ങൾക്കെതിരായിട്ടുള്ള കേസാണ്. ഞങ്ങൾക്കെതിരായി നടന്ന അക്രമത്തിൻ്റെ മേലെ ചാർജ് ചെയ്ത കേസാണ്. ഒരു കേസും LDF-നെതിരായി ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു കേസ് വ്യക്തിപരമായ കാര്യത്തിൻ്റെ മേലെയുള്ളതാണ്. തൽക്കാലം അവിടെ സമാധാന സമ്മേളനം നടന്നു. നിരവധി പ്രമുഖരായ ആളുകൾ അതിലൊക്കെ പങ്കെടുത്തു. പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രി വ്യാപകമായ തോതിൽ വീട് ആക്രമിക്കപ്പെട്ടു, കാർ ആക്രമിക്കപ്പെട്ടു. എൻ്റെ കൂടെയുള്ള ടി പുരുഷോത്തമൻ്റെ വീട് ആക്രമിച്ചതന്ന് രാത്രിയാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം രാത്രി. കാറ് കത്തിച്ചതന്ന് രാത്രിയാണ്. റിസൾട്ട് വന്നതിന് ശേഷം അത്രത്തോളം അക്രമങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ഒരാഴ്ച മുമ്പ് മുൻ MLA പോലീസ് സ്റ്റേഷനിൽ പോയി DYSPയെ കണ്ട് ഒരു നിവേദനം കൊടുത്ത് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് അക്രമത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. ആ പ്രസ്താവന വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംശയിച്ചിരുന്നു. ആ സംശയം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് എൻ്റെ കൂടെയുള്ള ടി പുരുഷോത്തമൻ്റെ മത്സ്യകൃഷി നശിപ്പിക്കുന്ന ഷെഡ് തീവെച്ച് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ. അതിൻ്റെ തുടർച്ചയാണ്. അക്രമം കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിക്കുമെങ്കിൽ പണ്ടേ തകരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അതിൻ്റെ തുടക്കം മുതൽ നടന്ന നിരവധി ഗൂഢാലോചന കേസുകൾ, അക്രമങ്ങളും, കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നടന്നിട്ടുള്ള അക്രമ പരമ്പരകൾ, ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഇപ്പോഴും ആ മൂഢവിശ്വാസത്തിലാണ് CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ചിലർ അണികളെ ഇളക്കി വിട്ടുകൊണ്ട് ശ്രമിക്കുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിച്ചു വേണം ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ. മറ്റൊരിടത്തും ഇതുപോലുള്ള ഒരവസ്ഥ അത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എത്രത്തോളം ശക്തമാണ് എന്ന്, CPM-ന്റെ എത്രത്തോളം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പ് ഒരിക്കലും ഈ നിലയിൽ നേതൃത്വത്തിലുള്ള ആളുകൾ വിട്ടുവന്ന് മത്സരിക്കുന്ന ഒരവസ്ഥ ഇതുപോലെ ഉണ്ടായിട്ടില്ലല്ലോ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ പാർട്ടി വിട്ട് മത്സരിക്കുന്ന ഒരു നില ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയില്ലെങ്കിലും അവിടേക്ക് എത്താൻ അധികം ദൂരമില്ല എന്ന് സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ്. ഐക്യജനാധിപത്യ മുന്നണി പിന്തുണ നൽകാൻ സന്നദ്ധനായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ജയിച്ചു വന്നത്. അതുകൊണ്ട് മാത്രമല്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പിന്നിലുള്ള സഖാവ് ചോദിച്ചു, എങ്ങനെയാണ് ഈ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് ജയിക്കാൻ സാധിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് 7,500 വോട്ടിനാണ് ജയിക്കുന്നത്. ഞാൻ മത്സരിക്കുമ്പോൾ CPM-നകത്ത് നിന്ന് വലിയ തോതിൽ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ശരിയായിരുന്നു. 25,000-ത്തിലധികം വോട്ട് CPM-നകത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിഷ്പക്ഷമതികളായ നിരവധി ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 25,000 വോട്ട് CPM-നകത്ത് നിന്ന് ലഭിച്ചാൽ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ലാതായി. അതിനു പുറമെ നിഷ്പക്ഷമതികളായ ആളുകളിൽ നിന്ന് ലഭിച്ച വോട്ട് എൻ്റെ ഭൂരിപക്ഷം നിർണ്ണയിക്കുന്ന നിലയിലേക്ക് വന്നു. UDF-ന്റെ വോട്ട് പൂർണ്ണമായും ലഭിക്കാൻ ഇടയായി.
അങ്ങനെയാണ് ഈ വിജയമുണ്ടായത്. ഇതിൽ നിന്ന് പഠിക്കണ്ടേ? കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അവലോകനം നടത്തുന്നത് ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പെശക് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും, അങ്ങനെ ഉണ്ട് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുമല്ലേ അതിനല്ലേ അവലോകനം നടത്തുന്നത്, അതിനല്ലേ റിവ്യൂ നടത്തുന്നത്. പക്ഷേ റിവ്യൂ ഒരു പ്രഹസനമായി മാറിക്കൊണ്ട്, അത് ഇതിൽ മാത്രമല്ല പലതിലും അപ്പം അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടതും വളർന്നു വരേണ്ടതും അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CMB ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രൂപ്പുകളും രാജ്യത്തകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവയെ ഐക്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുവെന്ന് CP ജോൺ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.